ഇപ്പോൾ പ്രവീൺ ബാബു നവീൻ ബാബുവിൻ്റെ സഹോദരനാണ്. അദ്ദേഹം ടെലിഫോൺ ലൈനിൽ ചേരുന്നത്. ശ്രീ പ്രവീൺ ബാബു, അങ്ങയുടെയൊക്കെ പ്രതികരണങ്ങൾ നമ്മൾ നേരത്തെ ഇതിൻ്റെ ഓരോ ഘട്ടത്തിലും കണ്ടിട്ടുള്ളതാണ്. CBIക്ക് വിടണമെന്ന ആവശ്യം ഒടുവിൽ UDF സർക്കാർ അല്ലെങ്കിൽ VD സതീശൻ സർക്കാർ അധികാരത്തിലേറിയപ്പോൾ നിങ്ങളുടെ ആവശ്യത്തെ അനുഭാവപൂർവ്വം പരിഗണിക്കുന്നു എന്നത് ഏറ്റവും നിങ്ങൾക്ക് ആശ്വാസകരമായ ഒരു കാര്യമാണല്ലോ. തീർച്ചയായും ഞങ്ങൾക്ക് വളരെ സന്തോഷവും ആശ്വാസവും നൽകുന്ന വാർത്ത തന്നെയാണ്. ഞങ്ങൾ കേസിന്റെ തുടക്കം തൊട്ട് തന്നെ അന്നത്തെ സംസ്ഥാന പോലീസിന്റെ അന്വേഷണ രീതിയെ വിമർശിക്കുന്നതാണ്. CBI അല്ലെങ്കിൽ സ്റ്റേറ്റിന് പുറത്തുള്ള ഒരു അന്വേഷണ ഏജൻസി തന്നെ വരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതികളെ സമീപിച്ചിരുന്നതാണ്. ഇപ്പോൾ ഏറെക്കാലമായിട്ടുള്ള 2024 ഒക്ടോബറിലുണ്ടായ നിങ്ങളുടെ കുടുംബത്തിലുണ്ടായ ഒരു ദുരന്തമാണ്. അതിനുശേഷം വാർത്തകളിൽ നിറഞ്ഞു നിന്നു എന്തൊക്കെയാണ് അതിൻ്റെ തലേന്ന് അദ്ദേഹം നേരിടേണ്ടി വന്ന മാനസിക പിരിമുറുക്കം എന്നൊക്കെ നമ്മൾ അറിഞ്ഞാണ്. പക്ഷേ ആ നിലയ്ക്ക് അതിന് ഉത്തരവാദികളായവരിലേക്ക് കൃത്യമായി അന്വേഷണം പോകുന്നില്ല എന്ന പരാതി നിങ്ങൾ തുടക്കം മുതൽ തന്നെ ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ ഇനി CBIയിലേക്ക് ഇത് കൈമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിക്കപ്പെടും. ഇതൊരു കൊലപാതകമെന്ന ഒരു ആരോപണം വരെ ശക്തമായി നിൽക്കുക ഇതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിക്കപ്പെട്ട് അന്വേഷണം പോകുമെന്ന ഒരു വിശ്വാസമുണ്ട് ഇപ്പോൾ, അല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഞങ്ങളുടെ കയ്യിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുന്നത് ഏകദേശം 1 മാസത്തിന് ശേഷമാണ്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാണുമ്പോഴാണ് ഒരുപാട് ഡിഫക്റ്റുകൾ എന്തൊക്കെ വിസറയൊന്നും കളക്ട് ചെയ്തിട്ടില്ല, അതുപോലെ ബ്ലഡ് സ്റ്റെയിൻസിനെ കുറിച്ച് അന്വേഷിച്ചിട്ടില്ല, മറ്റ് പല കാര്യങ്ങളും അതുപോലെ നമ്മൾ പറയേണ്ട ഒരുപാട് കാര്യങ്ങൾ കോടതിയെ പിന്നീട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അന്വേഷിച്ചില്ല എന്ന് ബോധ്യമാകുന്നത്. ഞങ്ങൾ അതിനുശേഷമാണ് CBI ഇൻവെസ്റ്റിഗേഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുന്നത്. അതായത് സംസ്ഥാന പോലീസിന്റെ അന്വേഷണം ശരിയായ ദിശയിലല്ല പോകുന്നത്, വേണ്ട കാര്യങ്ങളൊന്നും കളക്ട് ചെയ്യുന്നില്ല, വേണ്ട നിർണായക പോയിന്റുകളൊന്നും തന്നെ അന്വേഷിക്കുന്നില്ല എന്ന് തോന്നിയ വേളയിലാണ് ഞങ്ങൾ ഹൈക്കോടതിയെ CBI ഇൻവെസ്റ്റിഗേഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് അന്ന് സമീപിച്ചത്. അതിനുശേഷം ഡിവിഷൻ ബെഞ്ചിനെ സുപ്രീം കോടതിയെ ഞങ്ങൾ സമീപിക്കുകയുണ്ടായി. ആ വേളയിലെ കോടതിയിലെ അന്വേഷണം, പോലീസിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവര് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവരുടെ അന്വേഷണ പരിധിയിലുണ്ട് എന്ന ഒരു ധാരണയിലാണ് കോടതികൾ അന്ന് CBI ഇൻവെസ്റ്റിഗേഷൻ അനുവദിക്കാതിരുന്നത്. ശ്രീ പ്രവീൺ ബാബു, ഈ സംഭവം ഉണ്ടായ ശേഷം ദിവ്യയ്ക്ക് അനുകൂലമായി ചില നേതാക്കൾ സംസാരിക്കുന്നു. പത്തനംതിട്ടയിലെ CPI നേതൃത്വം മുഴുവൻ കുടുംബത്തിനൊപ്പമാണ് ഞങ്ങളെന്ന് പറയുന്നു. ഇതൊക്കെ പറച്ചിലുകൾ മാത്രമായിരുന്നു എന്നതിലുപരി യഥാർത്ഥത്തിൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ സംശയങ്ങൾ അത് ദൂരീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകളോ നിങ്ങളുടെ ആവശ്യങ്ങൾ, ഈ CBI അന്വേഷണം അടക്കമുള്ള ആവശ്യങ്ങളെ ഏതെങ്കിലും വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനും പാർട്ടി തലത്തിൽ സത്യത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ പിന്തുണ കിട്ടിയിരുന്നോ? എനിക്ക് തുടക്കം തൊട്ട് തോന്നിയ തുടക്കത്തിലെ ആ സംസാരവും രീതികളുമല്ല, പിന്നീട് ഞങ്ങളോടൊപ്പമാണ് എന്ന് എല്ലാ നേതാക്കളും, അന്നത്തെ മന്ത്രിസഭയിൽ ഉൾപ്പെടെ എല്ലാ നേതാക്കളും ഞങ്ങളോടൊപ്പമാണെന്ന് വാക്ക് പറയുകയും എന്നാൽ പിന്നീടുള്ള പ്രവൃത്തി കൊണ്ട് അവർ പ്രതികളോട് അല്ലെ പ്രതിയാക്കപ്പെട്ടവരോട് ഒപ്പമാണെന്ന് തോന്നിയിട്ടുള്ള പ്രവൃത്തികളുമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിപ്പോൾ UDF സർക്കാർ അധികാരത്തിൽ വരികയാണ്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം രക്ഷാപ്രവർത്തനം അടക്കമുള്ള കാര്യങ്ങളിൽ പുനഃപരിശോധനയും പുനരന്വേഷണവും അടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ രാഷ്ട്രീയം മാറ്റി നിർത്തി ഈ ഒരു വിഷയത്തിൻ്റെ ഒരു കൃത്യത മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിലൊരു മാനുഷിക വശം കൃത്യതയോടുകൂടി ബോധ്യപ്പെട്ടാണ് സർക്കാർ ഈ തീരുമാനത്തിലേക്ക് പോയതെന്ന് കൂടി താങ്കൾ കരുതുന്നില്ലേ? കഴിഞ്ഞ സർക്കാരും സർക്കാരിന്റെ ഭാഗമായിരുന്ന പാർട്ടി നേതാക്കളും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ശരിയായ വിധത്തിലാണ് അന്വേഷണം പോകുന്നത് എന്നാണ്. പോലീസ് എല്ലാം അന്വേഷിക്കും എന്നുമാണ്, നമുക്ക് നീതി കിട്ടുമെന്നും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് അന്നും സംശയമുള്ളൊരു കാര്യം, എന്തുകൊണ്ടാണ് ഞങ്ങൾ CBI ഇൻവെസ്റ്റിഗേഷൻ ആവശ്യപ്പെടുമ്പോൾ ശക്തമായിട്ട് സർക്കാർ കോടതികളിൽ വന്ന് എതിർത്തുകൊണ്ടിരുന്നത്? ആ ഒരു സംശയം ഞങ്ങൾക്ക് ഇന്നുമുണ്ട്. ഞങ്ങൾക്ക് അതുകൊണ്ടാണ് വളരെ സമഗ്രമായിട്ടും ശാസ്ത്രീയമായിട്ടൊരു അന്വേഷണം തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ സംശയത്തിലുള്ള മുഴുവൻ കാര്യങ്ങളും അന്വേഷിച്ചുകൊണ്ട് സമഗ്രമായ അന്വേഷണം നടക്കട്ടെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ശരി, വളരെ നന്ദി ശ്രീ പ്രവീൺ ബാബു പ്രതികരണം അറിയിച്ചതിന്. നവീൻ ബാബുവിൻ്റെ സഹോദരനാണ്. അദ്ദേഹം ഇതിൻ്റെ തുടക്കം മുതൽ ഇതിൻ്റെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന, ആ കുടുംബം അനുഭവിക്കുന്ന വേദനയുടെ ഒരു ആഴം എത്രയാണെന്ന് മാധ്യമങ്ങളിലൂടെ കൃത്യമായി പറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ ഈ ഒരു തീരുമാനത്തിൽ UDF സർക്കാർ എടുത്തിരിക്കുന്ന ഈ തീരുമാനത്തിൽ വലിയ ആശ്വാസമുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. TS ഹരീഷിനെ തുടരുന്നുണ്ട്. ഹരി, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് എങ്ങനെയാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്ന വേളയിൽ തങ്ങൾക്ക് ഒപ്പമുണ്ട് എന്ന് വാക്കുകളിലൂടെ പറയുകയല്ലാതെ യഥാർത്ഥത്തിൽ തങ്ങൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളെ പിന്താങ്ങുന്ന വിധത്തിൽ നടപടികളിലേക്ക് പോകാൻ അന്നത്തെ സർക്കാർ തയ്യാറായില്ല എന്നതാണ്. അതിലൊരു മാറ്റം ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുകയാണ്. ഏത് പാർട്ടി ഏതാകട്ടെ സർക്കാർ ഏതാകട്ടെ നവീൻ ബാബു എന്ന മനുഷ്യൻ ജീവൻ ഒടുക്കിയതാണോ അതോ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതാണോ എന്ന സംശയങ്ങൾ നിലനിൽക്കുമ്പോൾ ആ കുടുംബം ആവശ്യപ്പെടുന്ന നീതി അത് ഉറപ്പാക്കാൻ ഈ ഒരു സർക്കാരിൻ്റെ തീരുമാനമെങ്കിലും വഴിവെക്കട്ടെ, അല്ലേ? ഉറപ്പായിട്ടും ദിവിഷയം അതിൽ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ കൂടി നമുക്ക് പറഞ്ഞു പോകാം. കാരണം കുടുംബം ഏതറ്റം വരെയും നവീൻ ബാബുവിന് നീതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പോകാൻ തന്നെ ഒരുങ്ങിയിരിക്കുകയാണ്. കാരണം
ഈ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയ സമയത്ത് അതിൽ ചില പിഴവുകൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വീണ്ടും നവീൻ ബാബുവിന്റെ ഭാര്യ കോടതിയിലേക്ക് ഹർജി നൽകിയത്. അതായത് 13 പിഴവുകൾ ചൂണ്ടിക്കാട്ടിയാണ് ഹർജി നൽകിയത്. കോടതിയിൽ പോയി വീണ്ടും അത് തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട് പിന്നെയാണ് അത് നീങ്ങിയിരിക്കുന്നത്. ആ തുടരന്വേഷണം, ചില കാര്യങ്ങളിൽ തുടരന്വേഷണം വേണം എന്നുള്ള കാര്യം കോടതി തന്നെ നിരീക്ഷിക്കുകയുണ്ടായി. അങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം വീണ്ടും നടന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ സർക്കാരിന്റെ സമയത്ത് ഇങ്ങനെ ഒരു ആവശ്യം ഇവർ മുന്നോട്ട് വയ്ക്കും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. കാരണം കഴിഞ്ഞ സർക്കാരിന്റെ സമയത്ത് നടക്കാത്തൊരു കാര്യം സ്വാഭാവികമായിട്ടും ഈ പുതിയ സർക്കാർ വരുമ്പോൾ അവർ വളരെ പ്രതീക്ഷയോടെ ആയിരിക്കും ആ സർക്കാരിന്റെ മുന്നിലേക്ക് എത്തുന്നത്. പ്രത്യേകിച്ച് നവീൻ ബാബുവിന്റെ ഭാര്യ ഉൾപ്പെടെയുള്ളവരാണ് അന്ന് നിയമസഭയിലെത്തി മുഖ്യമന്ത്രിയെ കണ്ടത്. സ്വാഭാവികമായിട്ടും ഇത് അവരുടെ ആശങ്കകൾ പറഞ്ഞിട്ടുണ്ടാകും. മാത്രമല്ല ഈ പോലീസിന്റെ റിപ്പോർട്ടിലുള്ള പിഴവുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടാവും. അതിൽ കഴമ്പുണ്ട് എന്ന് മുഖ്യമന്ത്രിക്ക് തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു നീക്കം വന്നിരിക്കുന്നത്. ആ നീക്കം ഇനി സിബിഐയുടെ മുന്നോട്ട് വെച്ച സംശയങ്ങൾ അത് ദൂരീകരിക്കപ്പെടുക തന്നെ വേണം. 2024 ഒക്ടോബർ 15-നാണ് കണ്ണൂരിലെ പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിൽ നവീൻ ബാബുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. അതിൻ്റെ തലേന്ന് ഉണ്ടായ ഒരു യാത്രയപ്പ് പരിപാടി, അതിൻ്റെ ദൃശ്യങ്ങൾ പിന്നീട് എല്ലാവരും കണ്ടതാണ്. ആ യാത്രയപ്പ് പരിപാടിയിൽ സാധാരണഗതിയിൽ ഒരു യാത്രയപ്പ് എന്നത് ഒരു മനുഷ്യൻ്റെ അതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനെക്കുറിച്ചൊക്കെ നല്ല വാക്കുകൾ പറഞ്ഞ് അദ്ദേഹത്തോടെ സ്നേഹത്തോടെ യാത്ര ചെയ്യിക്കുക എന്നതാണെങ്കിൽ വളരെ മുറിപ്പെടുത്തുന്ന നിലയിൽ പി ദിവ്യ എന്ന അന്നത്തെ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സംസാരിക്കുന്നത് അടക്കമുള്ള ദൃശ്യങ്ങളടക്കം കണ്ടതാണ്. അതിനുശേഷമാണ് ഈ മരണം സംഭവിക്കുന്നത്. അങ്ങനെ വലിയ വലിയ ആരോപണങ്ങൾ കേസിൽ ഉയർന്നതാണ്. ഇപ്പോൾ സർക്കാർ ഒരു തീരുമാനമെടുക്കുന്നു. ഈ കേസ് CBIക്ക് വിടാനുള്ള ശുപാർശ നൽകുമെന്നതാണ്. ആ കുടുംബത്തെ സംബന്ധിച്ച് അവരുടെ പ്രതികരണം പോലെ തന്നെ വളരെ ആശ്വാസകരമായ ഒരു നടപടിയാണ് UDF സർക്കാരിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്.